Good evening, ma'am. Good evening. 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 ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 30 പേരും ഏറ്റവും ലീസ്റ്റ് നമ്പറാണ്. Good evening, Miss. Good evening. Good evening, ma'am. Good evening. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രെയർ ആരെങ്കിലും ചെയ്തോളൂ. Yes. Yeah, sure. May all we learn here in our school by thought and deed be sown. Let living truth within us rule and seeds of love be sown. We pray for grace, serenity to keep us humble and mighty, that we may learn what is charity, to love all mankind. All the goodness may be retained to shower upon the needy and the poor. Let us build courage to fight for the peace. Together we can bring the change to make this world a better place to live. Thank you. സോ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 1-ലെ പാർട്ട് 3-ലെ 5th യൂണിറ്റ് ആണ്, നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ. അതിനു മുമ്പ് ഞാൻ പറഞ്ഞു ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യൻസിലൊക്കെ ചില വ്യത്യാസങ്ങൾ വരുന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതുവരെയും തന്നിരിക്കുന്ന എല്ലാം നമ്മളുടെ റെഫറൻസ് വെച്ചിട്ടാ. പക്ഷെ ആക്ടിവിറ്റി തന്നെ ചെയ്യേണ്ട ചില ആക്ടിവിറ്റീസ് വരും. ആക്ടിവിറ്റി പറയുന്നത് ഞാൻ എഴുതിയ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് ഞാൻ ആക്ടിവിറ്റി പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് ഇതൊരു തിമാറ്റിക് ലേണിംഗ് ആണ്, ഒരു ലേണിംഗ് പ്രോസസ്സ്. അല്ലാണ്ട് ഒരു പെർട്ടിക്കുലർ ബുക്കിലെ കുറെ പാരഗ്രാഫ് ഒക്കെ പഠിച്ച് കാണാതെ പഠിച്ച് എസ് ഒക്കെ എഴുതി ആ ടൈപ്പ് അല്ല. ഞങ്ങൾക്ക് വന്ന ഒരു ക്വസ്റ്റ്യൻ പറയാം. അത് നിങ്ങളുടെ ഫസ്റ്റ് ഈ ഒരു മോഡ്യൂളിലെ നമ്മൾ പഠിച്ചില്ലേ, ഫിസിക്കൽ ഡെവലപ്മെന്റ്, ന്യൂട്രീഷ്യൻ, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ, ഹെൽത്ത്, ഹൈജീൻ, അതൊക്കെ, പിന്നെ വെൽഫെയർ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആ ഒരു കണ്ടന്റിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. If you are asked to present a thesis in a seminar on nutrition, including fruits and other vegetables conducted at your school on the World Nutrition Day, what ideas would you include in it? നമുക്ക് എന്തായാലും എക്സാമിന് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ല, നിങ്ങൾക്ക് എല്ലാം MCQ ആയിരിക്കും. പക്ഷേ 1 year പഠിച്ച MCQ മാത്രം എഴുതി കോഴ്സ് ചെയ്യുന്നതിന് അതൊന്ന് എന്താ പറയാ,
കുറച്ചുകൂടെ ഒന്ന് നിങ്ങളെ ഒന്ന് ഏബിൾ ആക്കാൻ, നല്ല ഫെസിലിറ്റേറ്റേഴ്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആക്ടിവിറ്റീസ് എല്ലാം തരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ എന്താ പഠിച്ചതെന്ന് മനസ്സിലാവില്ല. ഈ 1 ഇയർ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ആക്ടിവിറ്റീസ് തരുന്നത്. അപ്പൊ ഈ ഇതിലുള്ള ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ ആക്ടിവിറ്റി ആയിട്ട് ചെയ്യിക്കും. ഇഷ്യൂ ഒന്നുമില്ലല്ലോ? No, ma'am. No, ma'am. ഒരു ക്വസ്റ്റ്യൻ വന്നതാണ് അതിനകത്ത്, ദ റിമോട്ട് കൺട്രോൾ ഓഫ് യുവർ ഹാപ്പിനെസ് ഷുഡ് ബി ഇൻ യുവർ ഓൺ ഹാൻഡ്. ഇതൊന്നും നമ്മുടെ PDF-ലുള്ളത് ഒന്നുമല്ല. പക്ഷെ ഇങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് വന്ന ക്വസ്റ്റ്യൻ. നമുക്കറിയില്ല എന്താ വരുന്നതെന്ന് ക്വസ്റ്റ്യൻ. ഓരോരുത്തരും എഴുതുന്നത് അവരുടെ വ്യൂസ് ആയിരിക്കും എഴുതുന്നത്. അതിൽ തെറ്റും ശരിയും ഇല്ല. അവരുടെ വ്യൂ അത്രയേ ഉള്ളൂ. അതിനകത്ത് തെറ്റ് ആൻസറൊന്നോ ശരി ആൻസറൊന്നും ഇല്ല. അതുകൊണ്ട് അത് ഓർത്ത് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ നല്ല കണ്ടന്റ് ആയിട്ട് എഴുതുന്നവർക്ക് നല്ല മാർക്ക് ഞങ്ങളുടെ എക്സാമിന് കിട്ടും. പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ അതുകൊണ്ടാണ് ഫസ്റ്റ് കുറെ പ്രോവർബ്സ് ഒക്കെ എഴുതിയത് ഓർക്കണ്ടോ നമ്മുടെ റെക്കോർഡില്? ആസ് യു തിങ്ക് സോ ആർ യു, ഹൗ വുഡ് യു ഇവാലുവേറ്റ് ദിസ് സ്റ്റേറ്റ്മെന്റ്? അങ്ങനെയൊക്കെയാണ്. അത് പേടിക്കേണ്ട. ആക്ടിവിറ്റി തരുന്ന ദിവസം നമ്മൾ ക്ലാസ്സിൽ ഒന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ അത് എഴുതേണ്ട കാര്യമുള്ളൂ. അപ്പൊ നമുക്ക് കുറെ ഐഡിയാസ് കിട്ടും. 10 പേരും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് അതിന് എഴുതേണ്ടതെന്നുള്ളത്. ഓക്കെ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നത്, നാച്ചുറോപ്പതി ഈസ് നോട്ട് ജസ്റ്റ് എ ട്രീറ്റ്മെന്റ് ബട്ട് ഓൾസോ എ വേ ഓഫ് ലൈഫ്. നമ്മൾ കേട്ടിട്ടുണ്ടാവാം നാച്ചുറോപ്പതി. നമുക്കറിയുന്ന ആരെങ്കിലും ആ ഒരു ഇത് സെലക്ട് ചെയ്ത് പോയിട്ടുണ്ടാവും. ചില ഭയങ്കര ബിസി ഷെഡ്യൂളിൽ വർക്ക് ചെയ്യുന്നവര് കുറച്ച് സമയം ലീവ് എടുത്തിട്ട് ഇതുപോലെ ആയുർവേദ ട്രീറ്റ്മെന്റ് നാച്ചുറോപ്പതിയിലൊക്കെ പോകുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നമുക്കറിയാവുന്ന എക്സ്പീരിയൻസ് നമ്മൾ പരസ്പരം ഡിസ്കസ് ചെയ്ത് ഇന്ററാക്റ്റീവ് സെഷനിലൂടെ ഷെയർ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടുമോ. അല്ലാണ്ട് ഇതൊരു പ്രത്യേക ഒരു ബുക്ക് പഠിച്ചിട്ടോ കാണാതെ പഠിച്ചിട്ടോ അങ്ങനെ എഴുതേണ്ട ഒരു എക്സാം അല്ല മോണ്ടിസോറി. അത് നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമുക്ക് അതിന്റെ ഒരു എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ആക്ടിവിറ്റീസ് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത്. എനിക്കറിയാം എല്ലാവരും ബിസി മദേഴ്സ് ആണ്, പഠിക്കുന്നവരുണ്ട്, ജോലി ഉള്ളവരുണ്ട്. എന്തിനാ ഇത്രയും ആക്ടിവിറ്റി തരുന്നതെന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഈ ഒരു എന്റെ ഗോൾ അതാണ്. കാരണം നിങ്ങളെല്ലാം നല്ലൊരു ഫെസിലിറ്റേറ്റേഴ്സ് ആക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ തരുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് ഒരു ആക്ടിവിറ്റിയുടെ ക്വസ്റ്റ്യൻ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അതിന്റെ ഫസ്റ്റ് ഞാൻ പറഞ്ഞത്, ഇഫ് യു ആർ ആസ്ക്ഡ് ടു പ്രസന്റ്, നമുക്കൊരു സെമിനാർ ന്യൂട്രീഷൻ ഇൻക്ലൂഡിങ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അങ്ങനെ കണ്ടക്ട് ചെയ്യണം സ്കൂളിൽ. അങ്ങനെയാകുമ്പോൾ എന്തെല്ലാം ഐഡിയാസ് നമ്മൾ അതിനകത്ത് ഉൾക്കൊള്ളിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കത് ചാർട്ടിലൂടെ ചെയ്യാം. പിന്നെ സ്കൂളിലൊക്കെ ഓരോ സെമിനാർ നടത്തുവാണല്ലോ, നിങ്ങൾക്ക് പ്രസന്റേഷൻ ചെയ്യാം. ലാപ്ടോപ്പ് ഒക്കെ യൂസ് ചെയ്ത് പ്രസന്റേഷൻ അങ്ങനെ ചെയ്യാം. ഇറ്റ്സ് അപ് ടു യു. എങ്ങനെയാണ് എന്തെല്ലാം ഐഡിയാസ് അതിനകത്ത് നമ്മൾ കൊണ്ടുവരും ഇൻക്ലൂഡിങ് ചെയ്തിട്ട്. ഈ ശരിക്കും ഞങ്ങൾക്ക് കോഴ്സിന്റെ ഭാഗമായിട്ട് പ്രസന്റേഷൻ എങ്ങനെ, അതായത് ലാപ്ടോപ്പ് യൂസ് ചെയ്ത് സ്ലൈഡ്സ് പ്രിപ്പയർ ചെയ്ത് എങ്ങനെയാണ് പ്രസന്റേഷൻ, അതെല്ലാം നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അത് ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുമായിരുന്നു ക്ലാസ്സിൽ. നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ടോപ്പിക്കിനെ കുറിച്ചൊരു ക്ലാസ് എടുക്കാൻ പറഞ്ഞു. അതാണ് ഫസ്റ്റ് ഞാൻ നിങ്ങളോട് അംഗൻവാടികളിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്തു നോക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ചിലരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലാസ്സിനും പറഞ്ഞു ചിലർ അത് അനുവദിക്കുന്നില്ല, ചില അംഗൻവാടി ടീച്ചേഴ്സ് അതിനെന്താ ചെയ്യാനോ അങ്ങനെയൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പറ്റാതിരുന്നത് ആരാന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ ബാച്ചാണോ മറ്റേ ബാച്ചാണോ എന്നറിയില്ല. വീട്ടിൽ കുട്ടിയെ കൊണ്ട് ചെയ്യിച്ചത് ഒക്കെ എന്നോട് പറഞ്ഞു. ശില്പ എന്ന് പറയുന്നത് ഈ ബാച്ചിലാണോ, ആരാ ചെയ്യിച്ചത് എനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ല. എനിക്ക് കുറെ പേരുണ്ടല്ലോ. അപ്പൊ നമ്മുടെ വീട്ടിലെ കുട്ടികളെ കൊണ്ട് തന്നെ ഏൽപ്പിച്ചു. ഇപ്പൊ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് പിള്ളേരൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുവാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ആ ആക്ടിവിറ്റി നമുക്ക് അങ്ങനെ ചെയ്ത് അത് വെച്ചിട്ട് നമുക്കൊരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യോ എന്തെങ്കിലും ചെയ്യും. അപ്പോ അതായിരിക്കും നെക്സ്റ്റ് ഡേ ഞാൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞുള്ള രീതിയിൽ ഞാൻ തരുന്നത്. അത് അസൈൻമെന്റ് ആക്കണോ ആക്ടിവിറ്റി ആക്കണോ എന്ന് ആലോചിക്കട്ടെ. അസൈൻമെന്റ് ആവുമ്പോൾ നിങ്ങൾക്ക് അത് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ചിലതെല്ലാം സബ്മിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എനിക്ക് വന്ന എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. 100 വേർഡ്സിൽ എഴുതേണ്ടതായിരുന്നു ഈ ക്വസ്റ്റ്യൻ. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാം MCQ ആണ്. 100 വേർഡ്സിൽ എഴുതേണ്ട 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ഡെയിലി നമ്മൾ അതുമായിട്ട് ആ ഒരു എക്സാം എഴുതുന്ന പോലെയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുന്നതായിട്ട് നോക്കിയിട്ട് നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും. വേൾഡ് ന്യൂട്രീഷൻ ഡേ
നാളെയാണ് May 28 വേൾഡ് ന്യൂട്രീഷൻ ഡേ. അപ്പോൾ ആക്ടിവിറ്റി തരാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസം നാളത്തേക്ക് നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഈ മെസ്സേജ് ഉണ്ടാവും. വാട്ട് ഐഡിയാസ് വുഡ് യു ഇൻക്ലൂഡ് ഇൻ ഇറ്റ്? നിങ്ങൾ എന്തെല്ലാം ഐഡിയാസ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്? വളരെ എളുപ്പമല്ലേ? നമ്മൾ ആ ഡയറ്റ് ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറ്റ് ചാർട്ട് സർക്കിളിൽ പ്രിപ്പയർ ചെയ്യാം. ഓരോരുത്തരും നല്ല ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു, വാട്സാപ്പിലൊക്കെ അയച്ചു ഇങ്ങനെ മതിയോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അത് നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യാം. പിന്നെ ചിലർ എന്നോട് ചോദിച്ചു ഡയറ്റ് ചാർട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഇപ്പൊ മോക്ക് ടെസ്റ്റ് തരുന്നില്ലേ ഓരോ യൂണിറ്റ് കഴിയുമ്പോൾ, അതേ കാണും. കാരണം നമുക്ക് ഓൺലൈനിലല്ലേ ടെസ്റ്റ് നടത്താൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ വൈവ വേണം എന്ന് ഞാൻ എത്ര സ്ട്രെസ് ചെയ്ത് പറയുന്നത്. വൈവയിൽ നമുക്ക് ഇങ്ങനെയുള്ള ഡിസ്കഷൻ വെക്കാലോ, ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ അല്ലാതെ വൈവ ഇങ്ങനെ ആക്കാം. മറ്റേത് MCQ അങ്ങനെ തന്നെ, അങ്ങനത്തെ ചോദ്യം വന്നോണ്ടേ പറഞ്ഞത്. അപ്പൊ നാളെയാണ് വേൾഡ് ന്യൂട്രീഷൻ ഡേ, 28 മെയ് ആണ്. സോ നാളെ തന്നെ ഈ ആക്ടിവിറ്റി തരാം. എന്തെല്ലാം ഐഡിയാസ് ആ ഡയറ്റ് ചാർട്ട് വെച്ചിട്ട് നമ്മൾ ഇതെടുക്കണം. പിന്നെ ചിലർ ചോദിച്ചു മെയിലിനും ഫീമെയിലിനും പ്രത്യേകം ഡയറ്റ് ആണ്, അത് കാണിക്കണം. അതൊന്നാ നല്ലൊരു ഐഡിയ തന്നെയാണ്, അതൊക്കെ പറയാം. പിന്നെ കുട്ടികളിൽ ഈ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് എന്തുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്യിക്കണം, അവരുടെ ഡെവലപ്മെന്റ് സ്റ്റേജ് വെച്ചിട്ട് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും. കാരണം അവർ ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജ് ആണ്. അവരുടെ ഫിസിക്കൽ ഗ്രോത്ത് മാത്രമല്ല മെന്റൽ ഡെവലപ്മെന്റും ഈ ന്യൂട്രീഷൻ ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ലേസി, ഭയങ്കര വീക്ക് ആകും, അവർ ആക്റ്റീവ് അല്ലാതാകും. ഇതൊക്കെ നമുക്ക് പറയാം. കാരണം ഭക്ഷണം ഉണ്ടെങ്കിലേ ഫിസിക്കൽ ആക്ടിവിറ്റി നന്നായി നടക്കുള്ളൂ, മെന്റൽ ആക്ടിവിറ്റി നല്ല രീതിയിൽ നടക്കും. ഇതെല്ലാം നമുക്ക് അങ്ങനെ അറിയാവുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അത് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നുള്ളതായിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ അതായിരിക്കും നെക്സ്റ്റ് വൺ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് വന്നത്, റൈറ്റ് യുവർ എക്സ്പീരിയൻസ് റിഗാർഡിംഗ് ദി സബ്ജക്ട് എക്സ്പേർട്സ് ക്ലാസ് കണ്ടക്ടഡ് ഇൻ യുവർ സെന്റർ റിലേറ്റഡ് വിത്ത് ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ്. നമുക്കൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു ഫസ്റ്റ് എയ്ഡ്. അത് ഫിസിക്കലും നമ്മൾ പഠിച്ചു, മെന്റലും പഠിച്ചു. പുറത്തുനിന്ന് ആരും വന്ന് നിങ്ങൾക്ക് അതിന്റെ ക്ലാസ് ഒന്നും എടുത്തിട്ടൊന്നുമില്ല. നമ്മൾ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് യൂസ് ചെയ്യാം. എങ്ങനെയൊക്കെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റും അതെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതിങ്ങനെ ഇപ്പൊ ക്വസ്റ്റ്യന്റെ രീതി മനസ്സിലായില്ലേ? വാട്ട് ആക്ഷൻ വിൽ യു ടേക്ക് ഇഫ് യു നോട്ടീസ് ചൈൽഡ് ബെഗിങ് അറ്റ് യുവർ വിസിനിറ്റി, നിയർ ബൈ പ്ലേസ്. നിങ്ങളുടെ മുമ്പിൽ ഏതെങ്കിലും ഒരു കുട്ടി ബെഗിങ് ആ ഒരു രീതിയിൽ പിച്ചെടുക്കുന്ന പോലെ കാണുവാണെങ്കിൽ എന്ത് ചെയ്യും? ഇതൊന്നും നമ്മുടെ ടെക്സ്റ്റിലുള്ള കാര്യമല്ല, ഇതെല്ലാം നമ്മൾ അറിഞ്ഞ് ആൻസർ ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മൾ വെൽഫെയറിന്റെ കാര്യം പറഞ്ഞു. ക്വസ്റ്റ്യൻ ഇതാ വന്നത്, ഹൗ ജേർണലിസം ഹെൽപ്സ് ഇൻ ദ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് റൈറ്റ്സ്. ഇതൊക്കെ നമ്മളുടെ എക്സ്പീരിയൻസിൽ എഴുതാൻ പറ്റുള്ളൂ, നമ്മൾ ഇതൊന്നും പഠിച്ചതല്ല. നമ്മൾ വുമൺ ചൈൽഡ് അവരുടെ പ്രൊട്ടക്ഷൻ ഉണ്ട്, വെൽഫെയർ ഉണ്ട്, എങ്ങനെ ജേർണലിസം ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. മീഡിയാസിന്റെ കുറെ ഇടപെടലുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ വായിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് ന്യൂസുകൾ. ആ എക്സ്പീരിയൻസിൽ എഴുതണം. അപ്പം നിങ്ങൾ 10 പേര് എഴുതുന്ന ആൻസറും ഡിഫറെന്റ് ആയിരിക്കും, നിങ്ങളുടെ രീതിയിലായിരിക്കും എഴുതുന്നത്. ഇതാണ് മോണ്ടിസോറി വേ ഓഫ് ലേണിംഗിന്റെ പ്രത്യേകത. സാധാരണ ഒരു കോഴ്സ് പഠിച്ച് എക്സാം എഴുതുന്ന പോലെയല്ല. ഇത് തന്നെയായിരുന്നു സോഷ്യൽ വർക്കിൽ ഏതും ഇതുപോലെ തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഡയറക്റ്റ് ടെക്സ്റ്റിൽ നിന്ന് വന്ന് അങ്ങനെ എസ് എഴുതുക നമുക്ക് അങ്ങനെ കാണാതെ പഠിക്കുന്ന ഒരു കാര്യം വരുന്നു. ഇതെല്ലാം നമ്മളുടെ എക്സ്പീരിയൻസിൽ തന്നെയാണ്. ഇതെല്ലാം നമ്മൾ ആക്ടിവിറ്റി ആയിട്ട് എഴുതും. എനിക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ സൂക്ഷിച്ചു വെക്കാൻ തോന്നി. അത് വേണ്ടി വരും, ഇടയ്ക്ക് ഞാൻ എടുത്ത് വേണ്ടാന്നൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തപ്പോ വിചാരിച്ച, പക്ഷെ വൺ സൈഡ് ബ്ലാങ്ക്. അപ്പൊ ഞാൻ ഓർത്തു എന്തെങ്കിലും പ്രിന്റ് എടുക്കാലോ എന്ന് കരുതി ക്വസ്റ്റ്യൻ പേപ്പർ സൂക്ഷിച്ചു വെച്ചത്. റെക്കോർഡ്സും എനിക്ക് ഞാൻ തന്നെ ചെയ്തതായത് കാരണം അത് വെറുതെ ഡംപ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. നമ്മളുടെ തന്നെ കുറെ ക്രിയേറ്റിവിറ്റി ഉള്ളത് കാരണമാണ് റെക്കോർഡും ഞാൻ സൂക്ഷിച്ചു വെച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്നത് മോഡ്യൂൾ 1-ലെ പാർട്ട് 3-ലെ 5th യൂണിറ്റ് ആണ്. 3rd യൂണിറ്റ് വരെ ശരണ്യ മിസ് നിങ്ങൾക്ക് എടുത്തു. 3rd യൂണിറ്റ് എടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ 4th മിസ് എടുത്തോളാന്ന് പറഞ്ഞുകൊണ്ടാണ് 5th ഞാൻ പോകുന്നത്. നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ. ഇത് കുറെ പേര് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും ഈ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ. ഞാൻ ജസ്റ്റ് അതിന്റെ ഇതൊന്ന് ഷെയർ ചെയ്യാം. മാം ഒരു ഡൗട്ട് ഉണ്ട്. ഈ ഡിഫൻസ് മെക്കാനിസം നോട്ട്സില്
ലാസ്റ്റ് ഒരു പോയിന്റ് ഐഡന്റിഫിക്കേഷൻ വിത്ത് aggressor എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് ഉണ്ടായിരുന്നു. ഞാനൊന്ന് നോക്കി അത് എന്തായിരുന്നു ലാസ്റ്റ്? ഐഡന്റിഫിക്കേഷൻ വിത്ത് aggressor. മാം ഒരു നോട്ട് അയച്ചില്ലായിരുന്നോ? ഞാൻ അയച്ച നോട്ടാണോ? അതെ അതെ. വായിച്ചിട്ട് മനസ്സിലാകാത്തയാണ്. എന്തായിരുന്നു? അതില് ഒരു സ്റ്റോക്ക്ഹോം സിൻഡ്രോം പറഞ്ഞു വരുന്നുണ്ട്. അത് എന്താണ് ശരിക്കും? അതിന്റെ എക്സാമ്പിളിലാണോ സ്റ്റോക്ക്ഹോം സിൻഡ്രോം? അതെ അതെ. എന്റെ എക്സാം ഐഡന്റിഫിക്കേഷൻ വിത്ത് അഗ്രസർ എന്നുള്ളത് മനസ്സിലായി. അതായത് നമ്മളെക്കാൾ പവർ ഉള്ള ഒരാള് അല്ലെ നമ്മളെക്കാൾ കൂടുതൽ അഗ്രസീവ് ആയിട്ടുള്ളത്. കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ആളുടെ ബിഹേവിയർ അഡോപ്റ്റ് ചെയ്യുന്നു ഈ വ്യക്തി. ഡിഫൻസ് മെക്കാനിസം കാണിക്കുന്ന ഒരാള് കൂടുതൽ അഗ്രസീവ് ആയിട്ടുള്ള ഒരാളുടെ ആളുടെ രീതികൾ അഡോപ്റ്റ് ചെയ്യുന്നു. കണ്ടിട്ടില്ലേ ചില ഗൂൺസിന്റെ ഒക്കെ ഗുണ്ടകളുടെ ഒക്കെ നേതാവിനെ പോലെ തന്നെ അനുയായികളാവാനായിട്ട് ശ്രമിക്കുന്ന രീതിയിലുള്ളത്. അതെന്തോ ഡിസോർഡർ ആണെന്ന് തോന്നുന്നു. ഇൻട്രൂസീവ് ഡിസോർഡർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണല്ലേ? എക്സാമ്പിളാ കൊടുത്തിരിക്കുന്നത്. അതെ. അത് എങ്ങനെയാണ് റിലേറ്റ് ചെയ്യേണ്ട എക്സാമ്പിളിൽ ഒന്നും മനസ്സിലായില്ല. അത് പിന്നെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോ മൂവീസിലൊക്കെ കിഡ്നാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ കിഡ്നാപ്പറിന്റെ ബിഹേവിയർ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നു ഒക്കെയാണ് ഇപ്പൊ മിസ് പറഞ്ഞ പോലെ തന്നെ അവർ എഴുതിയിട്ടുള്ളത്. അപ്പോ അത് പക്ഷെ നമുക്ക് ഇങ്ങനെ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ അത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ശരി. പോസിറ്റീവ് ട്രേറ്റ്സ് അല്ല ഇവര് ഫോളോ ചെയ്യുന്നത്, നെഗറ്റീവ് ആയിട്ടുള്ളത്. ലൈക്ക് ഗുണ്ടകളുടെ രീതികള്, ഇപ്പൊ കിഡ്നാപ്പറുടെ രീതികൾ പറഞ്ഞതുപോലെ അവര് വയലൻസ് ആയിരിക്കും കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നെഗറ്റീവ് രീതികൾ, അപ്പൊ ആ ഒരു ഗൂൺ ചെയ്യുന്ന പോലെ, ആ ഒരു ഗുണ്ട ചെയ്യുന്ന പോലെ തന്നെ ഫോളോവേഴ്സ് ചെയ്തിട്ട് അത് അഡോപ്റ്റ് ചെയ്യുന്നു. അപ്പൊ കുട്ടികളുടെ കാര്യത്തിലില്ല, പക്ഷെ എന്നാലും ഈ കുട്ടി കുറ്റവാളികൾ ഉണ്ടാകാൻ ചാൻസസ് കൂടുതലാണ് ഇങ്ങനെയുള്ള രീതികളിൽ. അവര് നോക്കുമ്പോൾ ചില മീഡിയാസ് ഒക്കെ വളരെ ഇമ്പാക്ട് കുട്ടികളിൽ ഉണ്ടാക്കുമല്ലോ. അപ്പൊ അവർ കാണുന്ന മൂവീസിലെ ചിലപ്പോ ഒരു കള്ളനായിട്ടുള്ള ആളോ കൊള്ളക്കാരനായിട്ടുള്ള ആളായിരിക്കും. അപ്പൊ അയാളുടെ കാര്യങ്ങൾ അവർ അഡോപ്റ്റ് ചെയ്ത് അതുപോലെ തന്നെ അവർ ശ്രമിക്കും. കുറ്റവാളികൾ ഉണ്ടാകുന്നത് കുറെയൊക്കെ ഈ ഒരു രീതിയിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ സ്റ്റോക്ക്ഹോം സിൻഡ്രോം ഒരു ഡിസോർഡർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കൂടുതലായിട്ട് അറിയില്ല, ഞാൻ നോക്കിയിട്ട് പറയാം, ആരുടെയും ഞാൻ ചോദിക്കാം. മാം പിന്നെ MCQ അയച്ചില്ലേ ക്വസ്റ്റ്യനെയർ 13? അതില് പക്ഷെ അത് PDF-ലാണെന്ന് തോന്നുന്നു, അതോ MS വേർഡിലോ? ഗൂഗിൾ ഫോംസിലല്ലല്ലോ അത് വരുന്നത്.
ക്വസ്റ്റ്യൻ ഗൂഗിൾ ലിങ്ക് ആയിട്ടല്ലേ വരുന്നേ? അല്ല, അത് വേറെ MS-ലോ അത് PDF-ലോ ആണ് വരുന്നത്. ഗൂഗിൾ ഫോംസിലായിട്ട് വരുന്നില്ല. പോയതാണോ എന്ന് അറിയില്ല. കാരണം നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ ആ ഗൂഗിൾ ഫോം പോലെ തന്നെയാണ് വരേണ്ടിയിരുന്നത്. അതെ, അങ്ങനെ എപ്പോഴും വരാറ്. പക്ഷെ ഇപ്രാവശ്യം എന്തോ അങ്ങനെ വന്നിട്ടില്ലായിരുന്നു. എന്താണോ ഞാൻ ചോദിക്കാം. ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കട്ടെ കേട്ടോ. റിജോ ഉണ്ടാവോ? അത് ഞാൻ ചോദിക്കട്ടെ. എന്താണ് ആ കുട്ടികളിപ്പോ റെക്കോർഡ് ചെയ്തിട്ടെന്ന് ചിലപ്പോ റിജു ഉണ്ടോ? ഇല്ല, ഞാൻ ഇത് ചോദിച്ചിട്ട് പറയാട്ടോ. ഇനിയിപ്പം ഞാൻ ചോദിച്ചിട്ട് പറയാം. ക്വസ്റ്റ്യൻസ് കൊടുക്കാത്തതുകൊണ്ടാണോ അങ്ങനെ ഇട്ടേന്ന് എനിക്ക് അറിയില്ല. ഞാൻ അയച്ചു കൊടുക്കാറാണ് പതിവ്. അതായിരിക്കും സാധാരണ ക്വസ്റ്റ്യൻസ് ഇടാറുണ്ട്. ഇതിപ്പം ഞാൻ അത് ഇമേജ് എടുത്തിട്ട്, ഞാൻ എഴുതിയത് ഇമേജ് എടുത്തിട്ട് അയച്ചു കൊടുക്കുകയാണ്. അന്വേഷിക്കാം, നമ്മൾ അന്വേഷിച്ചിട്ട് കറക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഇതിലേക്ക് പോവാം. ഇത് ഞാൻ സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്താന്ന് ഞാൻ നോക്കാം. ഗൂഗിളിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇഷ്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഇംബാലൻസ് അതാണ് കാണിക്കുന്നത്. ആരെങ്കിലും ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തോ ചോദിച്ചിട്ട് പറയാം. ഓക്കെ, നമുക്ക് ഇതിലേക്ക് പോവാലോ. ഫുൾ യൂണിറ്റ്സും കൂടെ ഒരുമിച്ച 5th ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഞാൻ അത് 5th പേജ് ആകുമ്പോഴേക്കും ഞാനൊന്ന് പറയട്ടെ. ഡീവിയേഷൻ, നോർമലൈസേഷൻ. യൂണിറ്റ് 5 ആണ്, മോഡ്യൂൾ 1 പാർട്ട് 3 യൂണിറ്റ് 5. യൂണിറ്റ് 3 ആണ് ശരണ്യ മിസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. 4 മിസ് തന്നെ എടുക്കുന്ന പറഞ്ഞത്. അങ്ങനെ ഞാൻ 5 സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഇതിലെ പാർട്ട് 3 ഫസ്റ്റ് യൂണിറ്റില് നമ്മൾ ഈ പാർട്ട് 3 എന്ന് പറയുന്നത് മോണ്ടിസോറി മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്. നമ്മൾ കറക്റ്റ് മോണ്ടിസോറി മെത്തേഡിലേക്ക് വന്നിരിക്കുകയാണ്. മറിയ മോണ്ടിസോറിയെ കുറിച്ചായിരുന്നു നിങ്ങൾ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചത്. പിന്നെ സാധാരണയുള്ള പഠിപ്പിക്കൽ രീതിയും മോണ്ടിസോറി മെത്തേഡ്സും ആയിരുന്നു സെക്കൻഡ് യൂണിറ്റിൽ പറഞ്ഞത്. എന്നിട്ട് ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി നോർമലൈസേഷനും അതുപോലെ തന്നെ ഡീവിയേഷനും. നോർമലൈസേഷൻ, നോർമൽ ഡെവലപ്മെന്റ്, നോർമൽ ഗ്രോത്ത് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? വാട്ട് ഇസ് മീൻ ബൈ നോർമൽ? സാധാരണഗതിയിലുള്ള നമ്മളെല്ലാം പറയൂലേ, ഇവൻ ഡെലിവറി, നോർമൽ ഡെലിവറി ആയിരുന്നു അല്ലെ? വളരെ നോർമൽ ആയിട്ട് നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ, അത് തന്നെയാണ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് വളരെ നാച്ചുറൽ ആയിട്ട് നോർമൽ ആയിട്ട് പോകും. അതേസമയം ആ കുട്ടിയുടെ ഡെവലപ്മെന്റ് കുട്ടി അനുഭവിക്കേണ്ടതല്ലാത്ത കുറെ കാര്യങ്ങൾ അങ്ങനെ വരുന്നു. അപ്പൊ അതിന്റെ നോർമലൈസേഷൻ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നതാണ് ആ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ കൊച്ചുകുട്ടി ആ ചെറിയ പ്രായത്തില് അതിന് വേണ്ടുന്ന ഡിസിപ്ലിൻ, കോൺസെൻട്രേഷൻ ഒക്കെ കിട്ടാതെ വന്ന് അത് ഡീവിയേറ്റ് ചെയ്ത് ഭയങ്കര റെസ്റ്റ്ലെസ് ആകും. അതൊന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ആകും. നിങ്ങൾ 2 കുട്ടികളെ ചിന്തിക്കുക, ഒരേ പ്രായത്തിലുള്ള 2 കുട്ടികൾ. ഒന്ന് നോർമലൈസേഷൻ ആ ഒരു സ്റ്റേജിലും, ഒന്ന് ഡീവിയേഷൻ.
നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ആ കുട്ടിയുടെ ഡെവലപ്മെന്റ് പോകും. അതിന് ഓരോ കാര്യത്തിലും ഡിസിപ്ലിൻ, കോൺസെൻട്രേഷൻ എല്ലാം നല്ലതായിട്ട് ഒരു ഓർഡറിൽ പോകും. മറ്റേ ഡീവിയേഷനിൽ നിൽക്കുന്ന കുട്ടിക്ക് ഈ പറഞ്ഞതെല്ലാം വളരെ ലോ ആണ്, ഭയങ്കര റെസ്റ്റ്ലെസ് ആവും. അപ്പൊ നമുക്ക് ഈ ഏജിലുള്ള കുട്ടികളാണ് നമ്മളുടെ കയ്യിൽ കിട്ടുന്നതെന്ന് വിചാരിക്കാം. ഈ ഏജിലെ കുട്ടികൾ നമ്മൾ ആ ഡീവിയേഷനിൽ നിൽക്കുന്ന കുട്ടിക്ക് നമ്മൾ പ്രോപ്പർ അറ്റൻഷൻ കൊടുത്തില്ലെങ്കിൽ ആ കുട്ടി ഒരു അഡൾട്ട്, ആ ഒരു അഡോളസൻസ് ഒക്കെ ആയി അഡൾട്ട് ആകുമ്പോഴേക്കും ഭയങ്കര വല്ലാത്ത മോശം അവസ്ഥയിലായിരിക്കും. ശരിയാണോ? കറക്റ്റ് ആണ്. ഡീവിയേറ്റഡ് ആകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ടൈമിൽ തന്നെ കുട്ടിയെ മാറ്റം വരുത്തണം. അപ്പൊ മോണ്ടിസോറി മെത്തേഡ് അതെങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് നമ്മൾ ഈ യൂണിറ്റില് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ആ ട്രഡീഷണൽ വേയും മോണ്ടിസോറി മെത്തേഡ്സും ആയുള്ള കമ്പാരിസണില് മോണ്ടിസോറി കുറെ എക്യുപ്മെന്റ്സ് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്തു, എന്നിട്ട് അവരെ ഒബ്സർവ് ചെയ്തു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകണം. അത് അവരെ അങ്ങ് ഒബ്സർവ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ വീട്ടിൽ കുട്ടി ഓരോ പ്രായമാകുമ്പോൾ കുട്ടിക്ക് ബിൽഡിംഗ് ബ്ലോക്സ് കൊടുക്കും അല്ലെ? ബിൽഡിംഗ് ബ്ലോക്സ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതാക്കി ഇട്ടിട്ട് കൊടുക്കും. കുട്ടി ഭയങ്കര ശ്രദ്ധിച്ചിരുന്ന് അവൻ്റെതായ ഒരു ഇമാജിനേഷനിൽ ഒരു ക്രിയേറ്റിവിറ്റി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും. പിന്നെ അതിന് ബുക്ക് നോക്കി ആ പിക്ക് നോക്കി ഉണ്ടാക്കാനായിട്ട് അറിയുമ്പോൾ അത് നോക്കി കറക്റ്റ് ചെയ്യാം. ജിക്സോ പസിൽ കൊടുക്കും. അങ്ങനെയൊക്കെ അവരെങ്ങനെയെങ്കിലൊക്കെ അതൊന്ന് ജോയിൻ ആക്കാനായിട്ട് നോക്കും. അപ്പൊ അതുപോലെ തന്നെ മോണ്ടിസോറി മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ഡീവിയേറ്റഡ് ആയി പോകുന്ന കുഞ്ഞുങ്ങളെ തിരിച്ച് കൊണ്ടുവന്ന് ആ മെത്തേഡിലൂടെ അവരെ നോർമലൈസ് ആക്കണം. അതാണ് വേണ്ടത്. അഡൾട്ട് ഏജിലേക്കായി നമ്മൾ പറയില്ലേ, വലുതായി കഴിഞ്ഞിട്ട് കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയുമല്ലോ. അപ്പം അഡൾട്ട് ഏജിൽ ഡീവിയേറ്റഡ് ആയ കുട്ടി ഭയങ്കര മോശമാകും അഡൾട്ട് ഏജിലാവുമ്പോഴേക്കും. ആ സമയത്ത് നമ്മൾ കറക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ടാസ്ക് ആയിരിക്കും. അപ്പൊ ഇവിടെയാണ് മോണ്ടിസോറി മെത്തേഡ്സ് ഭയങ്കര ബെനിഫിഷ്യൽ ആകുന്നത്. ഈ ഒരു ഏജിൽ ഡീവിയേറ്റഡ് ആയിരിക്കുന്ന കുട്ടിയെ മോണ്ടിസോറി മെത്തേഡ്സ് യൂസ് ചെയ്ത് നോർമലൈസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് പറയുന്നത്. ആദ്യകാലങ്ങളിലെ ആളുകൾ വിചാരിച്ചിരുന്നത് ചെറു പ്രായത്തില് ഇതൊന്നും നടക്കില്ല എന്നായിരുന്നു. പക്ഷെ മോണ്ടിസോറി അതിൽ റിസർച്ച് ചെയ്ത് ആ പ്രായത്തിൽ അത് പ്രോപ്പറായി ചെയ്താൽ അത് നല്ല കറക്റ്റായിട്ട് നടക്കും എന്ന് മനസ്സിലാക്കി തന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോർമലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ് ആണ്. കുട്ടികള് ഫോക്കസ്, കോൺസെൻട്രേറ്റ് ഒരു പ്രത്യേക ടാസ്ക് ചെയ്യുമ്പോൾ അവര് ഒരു പ്രത്യേക പീരീഡിൽ ടൈമിൽ ഇപ്പം ബിൽഡിംഗ് ബ്ലോക്സ് ചെയ്യുവാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ അതെല്ലാം ക്ലീൻ ചെയ്ത് അടുക്കി വെക്കുന്നു. കുറെ ബ്ലോക്സ് ഒക്കെ ഉണ്ടാവും മോണ്ടിസോറി മെത്തേഡ്സിൽ, അപ്പാരറ്റസിൽ. അതെല്ലാം അവർ ചെയ്തു കഴിയുമ്പോൾ അവർക്ക് ആ ഫോക്കസ്, കോൺസെൻട്രേഷൻ അതെല്ലാം ഒരു പ്രത്യേക ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ അത് പ്രോപ്പർ ആയിട്ട് ചെയ്യും. അതിന്റെ ബ്രെയിൻ ആക്ടിവിറ്റി, ഈ കോൺസെൻട്രേഷനിലൂടെ അതിന്റെ ബ്രെയിൻ ആക്ടിവിറ്റി പ്രോപ്പറായി നിൽക്കും. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും നമ്മളുടെ മൈൻഡ് അന്ന് ശ്രദ്ധിച്ച് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രെയിൻ ആക്ടിവിറ്റി പ്രോപ്പർ ആകുന്നു, നോർമലൈസ്ഡ് ആകുന്നു, നോർമൽ ആകുന്നു. അപ്പൊ ആ ഒരു സമയത്ത് കുട്ടിയിലുണ്ടാകുന്ന ഡെവലപ്മെന്റ്, മെന്റലി ഉള്ള ഡെവലപ്മെന്റ് നോർമൽ ആയിട്ട് തന്നെ പ്രൊസീഡ് ചെയ്യുന്നു. ഡെവലപ്മെന്റ് സ്റ്റേജില് മെന്റൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ആ ഒരു ഡെവലപ്മെന്റിനെല്ലാം ഈ നോർമലൈസേഷൻ ആ ഒരു പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യുന്നു. കുട്ടിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നു, കോൺസെൻട്രേഷൻ നടക്കുന്നു, നല്ല രീതിയിൽ ഏൽപ്പിച്ച ടാസ്ക് വളരെ ഹാപ്പി ആയിട്ട് ചെയ്യുന്നു, അത് ചെയ്യാനായിട്ടുള്ള ഇഷ്ടം കൂടുന്നു. ഇതെല്ലാം നോർമലൈസേഷന്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ ചെയ്യുമ്പോഴേക്കും കുട്ടിയുടെ ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ബുദ്ധിപരമായിട്ടുള്ള വളർച്ച അതെല്ലാം നോർമൽ ആയിട്ട് തന്നെ പ്രൊസീഡ് ചെയ്യുന്നു. അതാണ് പലപ്പോഴും ഈ ചെറിയതായിട്ട് ഓട്ടിസ്റ്റിക് പ്രശ്നമുള്ള കുട്ടികളെ ആ ഒരു പ്രായത്തിൽ തന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചില സർട്ടൻ തെറാപ്പീസ് ഒക്കെ ചെയ്ത് അവരെ അത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ഭയങ്കര ഹൈ പെർസെന്റേജിലുള്ള ഓട്ടിസം അല്ല ഞാൻ പറഞ്ഞത്, ചെറുതായിട്ട് ഓട്ടിസം, ചെറിയൊരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ളവരെ ആ ഒരു ചെറുപ്രായത്തിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചില മെത്തേഡ്സ് വെച്ചിട്ട് അവരെ നോർമലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനകത്ത് ഡീറ്റെയിൽസ് ഉണ്ട്, നിങ്ങൾക്കത് വായിക്കാം. ഫസ്റ്റ് പാരഗ്രാഫും സെക്കൻഡ് പാരഗ്രാഫും ഒന്ന് വായിച്ചു.
സെക്കൻഡ് പാരഗ്രാഫ് ഒന്ന് സ്ക്രോൾ ചെയ്ത് വെക്കാമോ മാം? ഓക്കെ. മതിയോ? ഓക്കെ മാം. ഇപ്പൊ 3 പാരഗ്രാഫും വായിക്കാൻ പറ്റും ക്ലിയർ ആയിട്ട്? യെസ് മാം. Yes, ma'am. ഓക്കെ, 3 വായിച്ചു കേട്ടോ. മാം വായിക്കാനാണ് പറഞ്ഞത്? ഇതാ വായിക്കാനാണോ പറഞ്ഞത്? കട്ടായി പോയായിരുന്നു. 3 പാരഗ്രാഫ് ഒന്ന് വായിക്കൂ. നോർമലൈസേഷന്റെ താഴെ 3 പാരഗ്രാഫ് ഉണ്ടല്ലേ, നമുക്ക് എന്നിട്ട് ഡിസ്കസ് ചെയ്യാം. വായിച്ചു മാം. ഓക്കെ, നമ്മളുടെ വീട്ടില് ചെറിയ കുട്ടികൾ ഉണ്ടാവും, അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ വലുതായ പിള്ളേരായിരിക്കണം. ചെറിയ പ്രായത്തിൽ അവർ ഇരുന്ന് കളിക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ, എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മ അടുക്കളയിൽ എന്തെങ്കിലും ജോലിയിലായിരിക്കും, ആ കിച്ചണിൽ തന്നെ കുട്ടിയെ കൊണ്ട് ഇരുത്തിയിട്ടോ എന്തെങ്കിലും കൊടുക്കും, അല്ലെങ്കിൽ ഹോളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് കുട്ടിയെ ഇരുത്തി എന്തെങ്കിലും കളിക്കാനായിട്ട് കൊടുത്തിട്ട്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? കുട്ടിയെ നമുക്കൊന്ന് എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമാക്കി ഇരുത്തണം. നമുക്ക് കുറച്ച് ജോലിയുണ്ട്. നമ്മൾ എന്താ ചെയ്യാറ്? കുട്ടി കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനായിട്ട് ഒരു എൻവയോൺമെന്റ് നമ്മൾ ഉണ്ടാക്കും. അതിപ്പോ വീട്ടിൽ ആരും ഇല്ലെങ്കിൽ നമുക്ക് കിച്ചണിൽ വർക്ക് ഉണ്ട്. അപ്പൊ കിച്ചണിൽ തന്നെ കുട്ടിക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എവിടെയെങ്കിലും ഒന്ന് ഇരുത്തും. അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ടോയ്സോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള, എന്റെ മോനാണെങ്കിൽ ഇഷ്ടം അവന് പാത്രങ്ങളെ കളിക്കാൻ ഇഷ്ടം, പാത്രങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇരുത്തും. ഫസ്റ്റ് ആ കുട്ടി ചെയ്യേണ്ട ആക്ടിവിറ്റിയുടെ പ്രിപ്പറേഷൻ നടത്തും അല്ലെ ഫസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എന്തായിരിക്കും? ആ പ്രിപ്പറേഷൻ ഒക്കെ ചെയ്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടോ? കുട്ടി അതങ്ങ് ചെയ്തോളൂലേ? ഇല്ല, നമ്മൾ സേഫ് ആണെന്ന് ശ്രദ്ധിക്കണ്ടേ ഇടക്കിടക്ക്? ഇടയ്ക്കൊന്നും നമ്മൾ നോക്കല്ലാണ്, നമ്മൾ കൂടെ പോയിരുന്ന് കളിക്കില്ലല്ലോ. നമ്മൾ നല്ല ബിസി ആണെങ്കിൽ ഇല്ല അവരവിടെ നിന്ന് കളിച്ചോളൂ, ഇടയ്ക്ക് നമ്മൾ നോക്കിയാൽ മതി. നമ്മളെ നോക്കും, നമ്മൾ ഒബ്സർവ് ചെയ്യും, അത്രയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കളി കുറെ കളിച്ചൊക്കെ കളിക്കുമ്പോൾ ഭയങ്കര കോൺസെൻട്രേഷനിലായിരിക്കും ആളല്ലേ, വേറെ ഒന്നും ശ്രദ്ധിക്കില്ലായിരിക്കും. ആദ്യമായിട്ടൊരു ടോയ് കിട്ടുമോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടൊരു കളിയാണെങ്കിൽ അവർ അത് തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ച് അതിൽ എന്തൊക്കെ അവർക്ക് മാക്സിമം ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ ചെയ്യും. അവരുടെ ഫോക്കസും കോൺസെൻട്രേഷനും അതില്ല. കുറെ കഴിയുമ്പോൾ അവർക്കത് മതിയാകും, അല്ലെങ്കിൽ അവർ ആ കളിയുടെ ഒരു പീക്ക് ലെവലിൽ എത്തിയെന്ന് വിചാരിച്ചു. അത് കഴിയുമ്പോൾ അതാണ് ഒരു ഫൈനൽ സ്റ്റേജ്. അപ്പൊ ശരിക്കും നമ്മൾ പറഞ്ഞ 3 സ്റ്റേജിലൂടെ കടന്നു പോകും ഈ നോർമലൈസേഷൻ ഉള്ള ഈ പ്രോസസ്സ് അല്ലെ. ഫസ്റ്റ് വൺ, അതായത് നോർമലൈസേഷൻ ചെയ്യിക്കുന്നത് അവരെ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് അവർക്ക് പ്രിപ്പയർ ചെയ്യിക്കും. അവർക്ക് അതിനുള്ള ഒരു എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്യും. ആക്ടിവിറ്റിക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ആ എൻവയോൺമെന്റ് ഉണ്ടായിരിക്കും. പ്രിപ്പറേഷൻ ഓഫ് ആൻ ആക്ടിവിറ്റിയാണ് ഫസ്റ്റ്. അതിനകത്ത് മെറ്റീരിയൽ കളക്ട് ചെയ്യും,
പറഞ്ഞ പോലെ ടോയ്സ് ആണെങ്കിൽ ടോയ്സ് കളക്ട് ചെയ്യുന്നു. മോണ്ടിസോറി മെത്തേഡ്സിൽ കുറേ അപ്പാരറ്റസുകൾ ഉണ്ട് കളിക്കാൻ പറ്റുന്നതും അതിലൂടെ പഠിക്കാൻ പറ്റുന്നതും. അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ ഒക്കെ അവർ പഠിക്കുന്നത് ആ ഒരു അപ്പാരറ്റസ് വഴിയാണ്. ബോർഡൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ഇത് കുഞ്ഞു കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ഇതേ പ്രോസസ്സ് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ വീട്ടിൽ ഇതേ തന്നെ ചെയ്യുന്നുണ്ട്. ആദ്യം അവർക്ക് വേണ്ടുന്ന ഒരു എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്യും. അവരുടെ ആക്ടിവിറ്റിക്ക് വേണ്ടുന്ന മെറ്റീരിയൽസും എല്ലാം വെച്ചിട്ട് ഒരു എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. മോണ്ടിസോറി ക്ലാസ് റൂം ആണെങ്കിൽ ക്ലാസ് റൂമിൽ ഏതെങ്കിലും ഏരിയ ആയിരിക്കും, പർട്ടിക്കുലർ ഏരിയയിലായിരിക്കും അവിടെ വേണ്ടുന്ന മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. അതിന് വേണ്ട പ്രിപ്പറേഷൻ ഫസ്റ്റ് നടക്കും. കുട്ടി ആ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ കുട്ടിയുടെ ഫോക്കസ്, കോൺസെൻട്രേഷൻ എല്ലാം ആ ഒരു ആക്ടിവിറ്റിയിലായിരിക്കും. നമ്മൾ വെറും ഒബ്സർവർ മാത്രമായിരിക്കും. മോണ്ടിസോറി മെത്തേഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ഇല്ലെങ്കിൽ പോലും ഡയറക്ടർസ് എന്നും പറയും കേട്ടോ. മോണ്ടിസോറി ഫെസിലിറ്റേറ്ററിനെ മോണ്ടിസോറി ടീച്ചറിന് യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഡയറക്ടർസ് എന്ന് പറയുന്നത്. ആ ഡയറക്ടർസ് അവിടെ ഇല്ലെങ്കിൽ പോലും കുട്ടികൾ അവരുടെ ആക്ടിവിറ്റീസ് ചെയ്യുന്നതാണ് പറയുന്നത്. അതാണ് മോണ്ടിസോറി സ്കൂളിന്റെ ഒരു പ്രത്യേകത. ചെറിയ ക്ലാസ്സിൽ ടീച്ചർ വന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഭയങ്കര കലപില വർത്താനായിരിക്കും. പക്ഷെ മോണ്ടിസോറി സ്കൂളിന്റെ ക്ലാസ് റൂമിന്റെ പ്രത്യേകത അവിടെ ടീച്ചർ ഇല്ലെങ്കിൽ പോലും അവിടെ ആക്ടിവിറ്റി നടക്കും. അതാണ് ആ ട്രെയിനിങ്ങിന്റെ ഒരു പ്രത്യേകത. ടീച്ചറെ അവരെ ചിലപ്പോൾ ശ്രദ്ധിക്കേണ്ടാവില്ല. ടീച്ചർ ഉണ്ടെങ്കിൽ ഒരു ഒബ്സർവർ ആയിട്ട് തന്നെ മാത്രമേ ഇരിക്കും. ടീച്ചർ അല്ല ഫെസിലിറ്റേറ്റർ. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് പ്രിപ്പറേഷൻ ആണ്, ആക്ടിവിറ്റിക്കുള്ള പ്രിപ്പറേഷൻ, നോർമലൈസേഷൻ. സെക്കൻഡ് സ്റ്റേജിൽ വന്നു വെച്ചാൽ കുട്ടി ഫുള്ളി എൻഗേജ്ഡ് ആണ് ആക്ടിവിറ്റിയിൽ. സ്റ്റേറ്റ് ഓഫ് കോൺസെൻട്രേഷൻ, ഫോക്കസ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടിയുടെ എഡ്യൂക്കേഷൻ അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർ എക്സ്പ്ലോർ ചെയ്യുന്നത് അവിടെ നിന്നാണ്. അവരുടെ ലേണിംഗ് പ്രോസസ് നടക്കുന്നത് ആ സെക്കൻഡ് സ്റ്റേജിലാണ്. ആ ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്യുമ്പോഴാണ് ഇവർ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. അവർ ആക്ടിവിറ്റിയിലെ മാസ്റ്റേഴ്സ് ആയിട്ട് മാറുന്നത്. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് പല കുട്ടികളെ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി ആവില്ല ക്ലാസ് റൂമിൽ, അല്ലെ? ഇപ്പൊ നമ്മളുടെ വീട്ടിൽ നമ്മളിപ്പോ ഒരു കുട്ടീനെ നമ്മൾ ഡീൽ ചെയ്തു. നമ്മുടെ ക്ലാസ് റൂമിൽ ഒരു കുട്ടിയല്ല ഉള്ളത്, പല കുട്ടികളാണ്. പലരുടെ ഫോക്കസും കോൺസെൻട്രേഷനും പല ലെവലിലായിരിക്കും. ചിലര് ഭയങ്കര ഡീപ്പ് കോൺസെൻട്രേഷൻ ആയിരിക്കും. അവർ ചുറ്റും നടക്കുന്നതൊന്നും ഒരു ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടാവില്ല. അത്രയ്ക്ക് ഡീപ്പ്, അതിലങ്ങ് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിരിക്കും, ഡീപ്ലി എൻഗേജ്ഡ് ആയിരിക്കും. അതായത് അത്ര എൻഗേജ്ഡ് ആയിരിക്കുന്ന അവരെ അവരിയ്ക്കുന്ന ചെയറിൽ നിന്ന് നമ്മൾ പൊക്കിയെടുത്തുകൊണ്ട് വന്ന് അവരുടെ വർക്ക് ഡിസ്റ്റർബ് ചെയ്യാതെ പൊക്കിയെടുത്തുകൊണ്ട് വന്ന് വേറൊരു ചെയറിൽ കൊണ്ടിരുത്തിയാൽ പോലും അവരറിയില്ലാത്ത അത്ര ഡീപ്പ് എൻഗേജ്ഡ് ആയിരിക്കും. അവർക്ക് അവർ ചെയ്യുന്ന കാര്യത്തിലായിരിക്കും ഭയങ്കര കോൺസെൻട്രേഷൻ. അപ്പൊ അത് ആണ് ആക്ടിവിറ്റിയിൽ എൻഗേജ്ഡ് ആവുന്നത്. ഫസ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് ആക്ടിവിറ്റി, സെക്കൻഡ് വൺ എൻഗേജ്മെന്റ് ഇൻ ആക്ടിവിറ്റി, തേർഡ് വൺ എൻഗേജ്മെന്റ് ഇൻ ആക്ടിവിറ്റിയിലാണ് കോൺസെൻട്രേഷനും ഫോക്കസിങ്ങും എഡ്യൂക്കേഷനും ലേണിംഗ് പ്രോസസ്സും എല്ലാം നടക്കുന്നത്. അപ്പൊ ആ സെക്കൻഡ് ആക്ടിവിറ്റി വളരെ ഇമ്പോർട്ടന്റ്. തേർഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആൻഡ്രിയ, അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ തേർഡ് ആണോ ഞാൻ സെക്കൻഡ് വൺ ആണോ പറയണ്ടേ? തേർഡ് ഞാൻ പറയാൻ പോകുന്നുള്ളൂ കേട്ടോ. തേർഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോ എന്താ, ടയേർഡായി. നമ്മുടെ കുട്ടി കളിക്കുന്നത് നമ്മൾ ഓർക്കാം. കളിയൊക്കെ കഴിയുമ്പോഴേക്കും ആളങ്ങ് ടയേർഡായി. പിന്നെ ഒന്നുമില്ലെങ്കിൽ ഭക്ഷണം വേണം, അല്ലെങ്കിൽ ഓർക്കണം. റെസ്റ്റ്, അതാണ് നെക്സ്റ്റ് ഫൈനൽ തേർഡ് സ്റ്റെപ്പാണ് റെസ്റ്റ്. കംപ്ലീറ്റ് ചെയ്യുന്നു. പിന്നെ അവിടെ വേറൊരു കാര്യം കൂടെ കുട്ടിയെ നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. അവരെ ആക്ടിവിറ്റിക്ക് വേണ്ടി എടുത്ത മെറ്റീരിയൽസ് എല്ലാം അവർ പാക്ക് ചെയ്ത് എവിടെയാണോ കൊണ്ടുവയ്ക്കേണ്ടത് അത് അവരെ കൊണ്ടുവയ്ക്കും. അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് അവർക്ക് ആദ്യം കിട്ടിയിട്ടുണ്ടാവും. അപ്പം ഓട്ടോമാറ്റിക്കലി അവരവരുടെ ആക്ടിവിറ്റി കഴിയുമ്പോൾ ഇതെല്ലാം പാക്ക് ചെയ്ത് നേരെ കൊണ്ടുവന്ന് എവിടെയാണോ മെറ്റീരിയൽസ് ഇരിക്കുന്നത്, ഷെൽഫ് ആണെങ്കിൽ ഷെൽഫ്, ടേബിളിന്റെ പുറത്താണെങ്കിൽ അത് അവിടെ അവർ കൊണ്ടുപോയി വയ്ക്കും. നമ്മൾ കുട്ടികളെ കളി കഴിഞ്ഞ് ടോയ്സ് ഇതുപോലെ പാക്ക് ചെയ്യാതെ എവിടെയാണോ എടുത്തത് അതിലിടാനായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യുന്ന പോലെ തന്നെ. നമ്മൾ മോണ്ടിസോറി മെത്തേഡ്സ് അറിഞ്ഞിട്ടൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമുക്കറിയാം ഇത് കുട്ടി ഇങ്ങനെ തന്നെ പോകണം, ഇങ്ങനെ തന്നെ ചെയ്യണം, എല്ലാം അപരാധിയാക്കി ഇടരുത് എന്നുള്ളത് നമുക്കറിയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് സ്റ്റേജിൽ നമ്മളും അറിയാതെ തന്നെ മോണ്ടിസോറി മെത്തേഡ്സ് തന്നെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് അറിഞ്ഞിട്ടല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ലൈഫ്
എക്സ്പീരിയൻസ് ആണ്, ലൈഫ് ആപ്ലിക്കേഷൻ ആണെന്ന് പറഞ്ഞത്. നമ്മുടെ ലൈഫിൽ കുറെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. തേർഡ് സ്റ്റെപ്പ് റെസ്റ്റ്. ഫസ്റ്റ് വൺ പറഞ്ഞു പ്രിപ്പറേഷൻ ഓഫ് ആക്ടിവിറ്റി ഇൻക്ലൂഡിങ് മെറ്റീരിയൽ പ്രിപ്പറേഷൻ, പിന്നെ എൻവയോൺമെന്റ് പ്രിപ്പറേഷൻ, ക്ലാസ് റൂമിന്റെ ഒരു ഏരിയ. സെക്കൻഡ് വൺ എൻഗേജ്മെന്റ് ഇൻ ആക്ടിവിറ്റി. അവിടെയാണ് കുട്ടി പഠിക്കുന്നത്, എക്സ്പ്ലോർ ചെയ്യുന്നത്, ലേണിംഗ് പ്രോസസ് നടക്കുന്നത്, കോൺസെൻട്രേഷൻ, ഫോക്കസ് അതെല്ലാം നടക്കുന്നത്. അതെ. പിന്നെ തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞ റെസ്റ്റ് ആണ്. അപ്പൊ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുന്നു, എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് അത് അതിന്റെ സ്ഥാനത്ത് തന്നെ കൊടുക്കും. ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ, അല്ലാതെ നമ്മളൊരു 5 minutes എല്ലാവരും ഇപ്പൊ തീർക്കണം അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഒന്നും ഈ ഡയറക്ടർസിന്റെ അടുത്തുനിന്ന് പോകാനായിട്ട് പാടില്ല. ഒരു കുട്ടി ചിലപ്പോൾ 5 minutes എടുത്ത് കംപ്ലീറ്റ് ചെയ്യായിരിക്കും, വേറൊരു കുട്ടി 10 minutes കംപ്ലീറ്റ് ചെയ്യായിരിക്കും. അപ്പം ആ ഓരോ കുട്ടിയും ആ ഒരു ടൈമിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്കൊരു എന്താ പറയാ, ഒരു എന്തൊക്കെയോ നേടിയ പോലെ ഒരു ഫീൽ ഈ കുട്ടിക്ക് വരും. ഭയങ്കര ഒരു കോൺഫിഡൻസ് ലെവല് കൂടുവാണ് കുട്ടിയുടെ. അവരെന്തോ അക്കംപ്ലിഷ് ചെയ്തു, എന്തോ അച്ചീവ് ചെയ്തു, എന്തോ നേട്ടം കിട്ടിയതുപോലെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും അവർക്ക്. ഇതാണ് ആ ഒരു എന്താ പറയാ നോർമലൈസേഷൻ, അതിന്റെ ഒരു ആ കുട്ടിയുടെ ഡെവലപ്മെന്റിന്റെ നല്ലൊരു പ്രൊസീഡിങ്, നല്ലൊരു സ്റ്റേജ് പോകുന്നത്. ക്ലിയർ ആയില്ലേ? മാഡം തേർഡ് സ്റ്റേജ് ഒന്നും കൂടി പറയാമോ? തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് റെസ്റ്റ് ചെയ്യുന്ന സ്റ്റേജ് ആണ്. ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുന്നു, സാധനങ്ങളെല്ലാം എടുത്തത് അതാത് സ്ഥലത്ത് കൊണ്ടുപോയി പാക്ക് ചെയ്ത് വെക്കുന്നു. അത് കഴിയുമ്പോഴേക്കും കുട്ടി ഭയങ്കര നല്ലൊരു ഫീൽ കുട്ടി കിട്ടുന്നു, സാറ്റിസ്ഫാക്ഷൻ, ഒരു അച്ചീവ്മെന്റ്, എന്തോ നേടിയ പോലെ ഒരു ഫീലിംഗ്, സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഓക്കെ, ഇതാണ് സ്റ്റേജസ് പറഞ്ഞത്. ഫസ്റ്റ് വണ്ണും സെക്കൻഡ് വണ്ണും തേർഡ് വണ്ണും മനസ്സിലായല്ലോ? നമ്മളുടെ കുഞ്ഞുങ്ങളിൽ, ചെറിയ കുട്ടികളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് മനസ്സിലാകാത്ത ആ കളി കഴിയുമ്പോഴേക്കും അവരുടെ ഒരു സന്തോഷം ഒക്കെ കാണും. കാരണം അവിടെ കളിച്ചതിന്റെ ക്ഷീണം വരും, പിന്നെ ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യും. പക്ഷേ ഇതിന്റെ മീനിങ് ഇപ്പൊ നമ്മൾ പറഞ്ഞു, മോണ്ടിസോറി മെത്തേഡ്സ് കുട്ടിയെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നോർമലൈസ് ആകും. അതിന്റെ അർത്ഥം പെട്ടെന്ന് തന്നെ ഒരു മോണ്ടിസോറി സ്കൂളിൽ കൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ എന്റെ കുട്ടി പെട്ടെന്ന് നോർമലൈസ്ഡ് ആകും, പെട്ടെന്ന് അതിന്റെ ഡെവലപ്മെന്റ് പ്രോഗ്രസിലേക്ക് പോകും. അങ്ങനെയല്ല, ഇറ്റ് വിൽ ടേക്ക് ടൈം. ഇമ്മീഡിയറ്റ്ലി ഈ സൈക്കിൾ ഓഫ് നോർമലൈസേഷൻ തുടങ്ങുന്നില്ല, പക്ഷെ ഒരു സിമിലർ ടെൻഡൻസി കാണിക്കും. ഓരോ ചൈൽഡും യുണീക്ക് ആണെന്ന് നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസിൽ പറയും. ഒരു കുട്ടി ചെയ്യുന്നു, വേറൊരു കുട്ടി അതിനേക്കാൾ കുറച്ച് സമയത്തിൽ ചെയ്യുന്നു, വേറൊരു കുട്ടി അതിനേക്കാൾ കൂടുതൽ ടൈം എടുക്കുന്നു. ചിലര് മന്ത്സ് ക്യാൻ ടേക്ക് മന്ത്സ്, മാസങ്ങൾ എടുക്കും ഈ ഒരു റെഗുലർ എൻഗേജ്മെന്റ്. ചിലപ്പോൾ ചിലര് ഈ ആക്ടിവിറ്റി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് അത് ഇട്ടിട്ട് പോകും, പക്ഷെ നമ്മൾ നിർബന്ധിച്ച് തിരിച്ചു കൊണ്ടുവന്ന് പിടിച്ചിരുത്തി ചെയ്യിക്കില്ല. അവൻ പിന്നീട് എപ്പോഴെങ്കിലും വന്ന് അവനായിട്ട് വന്ന് ചെയ്യണം. ആ ഒരു മെത്തേഡാണ് അതിനകത്ത്. ഇട്ടിട്ട് അവർ പകുതിക്ക് ഇട്ടിട്ട് പോകും, അങ്ങനെ വരും. പിന്നെ ഇതിനകത്ത് പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ശരിക്കും വരും. അപ്പൊ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു കുട്ടി വന്ന് ഇവനുമായിട്ട് ചേരും, അങ്ങനെ ഒരു ഫോർമേഷൻ ഓഫ് ഗ്രൂപ്പ് നടക്കും. ഗ്രൂപ്പായിട്ട് ചേർന്ന് അവർ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അതാണ് അതും ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ് പോലെ തന്നെയാണ് പറയുന്നത്. ആ 3 പാരഗ്രാഫ് നിങ്ങൾ വായിച്ചു. അപ്പൊ എനിക്ക് തോന്നി ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട്, നമ്മുടെ കുഞ്ഞുങ്ങള് എക്സാമ്പിൾ വെച്ചിട്ട് ഇതൊന്ന് പറയണം തോന്നി. ഈ ഒരു നോർമലൈസേഷന്റെ സ്റ്റേജസ് ഫസ്റ്റ് സ്റ്റേജിൽ ഇങ്ങനെ വരും. അങ്ങനെ നമ്മൾ ആ ഡെവലപ്മെന്റ് സ്റ്റേജ് പ്രോഗ്രസ് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് ഇതാണ് പ്രിപ്പറേഷൻ ഓഫ് ആക്ടിവിറ്റി. അതിനകത്ത് കളക്ടിങ് മെറ്റീരിയൽസും എൻവയോൺമെന്റ് പ്രിപ്പറേഷനും വരും. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എൻഗേജിങ് ഇൻ ആക്ടിവിറ്റീസ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടി ഡെവലപ്പ് ചെയ്യുന്നത് ആ ഒരു ടൈമിലാണ്. എക്സ്പ്ലോർ ചെയ്യുന്നു, എഡ്യൂക്കേറ്റഡ് ആവും, ലേണിംഗ് പ്രോസസ് നടക്കുന്നു, അതെല്ലാം. പിന്നെ തേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീഷൻ ഓഫ് ആക്ടിവിറ്റി, റെസ്റ്റിംഗ് ടൈം. എല്ലാം കഴിഞ്ഞ് ചെയ്ത് കഴിയുമ്പോഴേക്കൊരു സാറ്റിസ്ഫാക്ഷനും എന്തൊക്കെയോ നേടി അച്ചീവ് ചെയ്തതിൻ്റെതായിട്ടുള്ള ഒരു സന്തോഷമൊക്കെ കുട്ടികളിൽ കാണും. ഈ നോർമലൈസേഷൻ അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ് പെട്ടെന്നൊന്നും നടക്കില്ല. ചിലപ്പോൾ ടൈം എടുത്തായിരിക്കും ചില കുട്ടികളുടെ ഉണ്ടാവും. അപ്പം ഇതില് പറഞ്ഞ കാര്യങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. കംപ്ലീറ്റ് പറഞ്ഞില്ലേ, സാറ്റിസ്ഫൈഡ് ആവുന്ന ഒരു കംപ്ലീറ്റ് ഹാർമണി, ആ ഒരു എൻറ്റയർ ഹാർമണി, സന്തോഷം എൻറ്റയർ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്നു. പിന്നെ ഈ മെത്തേഡ് വെച്ചിട്ട്
ഡെവലപ്മെന്റ് സ്റ്റേജും പ്രോഗ്രസ് ചെയ്യുന്നു. കുട്ടിക്ക് നോർമലൈസേഷൻ എന്നുള്ള പ്രോസസ്സ് കുട്ടിയുടെ ആ ഒരു ഏജിൽ നടക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചൈൽഡിന്റെ. പിന്നെ നമ്മൾ ആദ്യം ഒക്കെ പറഞ്ഞപ്പോ തന്നെ നമ്മള് മൈൻഡ് ആൻഡ് ബോഡി, നമ്മുടെ ഫിസിക്കലും മെന്റലും ഒക്കെ നമ്മൾ കണക്ട് ചെയ്ത് പല പ്രാവശ്യം പറഞ്ഞു. ഇത് എന്താ പറയാ, ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് എന്നല്ല, ഒരു ഒറ്റ ഇതാണ്, ഒരു യൂണിസൺ, ഒറ്റ ഇത് തന്നെയാണെന്നുള്ള രീതിയിൽ. കാരണം നമ്മളുടെ മൈൻഡിന്റെ ഒരു ഇതാണ് ആക്ടിവിറ്റി, ആക്ഷൻ ആണ് നമ്മുടെ ബോഡിയിലൂടെ റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ മൈൻഡും ബോഡിയും തറലി കണക്റ്റഡ് ആയിട്ട് നിന്നാണ് കുട്ടി ഓരോ ആക്ടിവിറ്റിയിലും എൻഗേജ്ഡ് ആകുന്നത്. അങ്ങനെ അല്ലാതെ വരുമ്പോൾ മനമങ്ങും മിഴിയങ്ങും എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ അല്ലാതെ വരുമ്പോഴാണ് ഈ ഡീവിയേഷൻ സംഭവിക്കുന്നത്. അത് നമ്മളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയല്ലേ. നമ്മൾ നല്ല കോൺസെൻട്രേഷൻ ഇല്ലാതെ ഒരു കാര്യം ചെയ്യുമ്പോഴേക്കും അത് കറക്റ്റ് ശരിക്കും നല്ല രീതിയിൽ പോകില്ല, നല്ല റിസൾട്ട് തരില്ല. പറയില്ലേ, മനസ്സ് ഇവിടെയും ശരീരം ഇവിടെയും മനസ്സ് വേറെ എവിടെയോ ആണെന്നൊക്കെ പറയില്ലേ, ആ ഒരു ഇത്. അപ്പം ഈ മൈൻഡ് ആൻഡ് ബോഡി എപ്പോഴും ഒരു കണക്റ്റഡ് ആയിരിക്കണം, അതൊറ്റ ഇതിൽ തന്നെ നിൽക്കണം. അത് സെപ്പറേറ്റഡ് ആണെന്നുള്ള രീതിയിൽ ആ ഒരു ഫീൽഡിലേക്ക് പോയി കഴിയുമ്പോഴാണ് കുട്ടി പലപ്പോഴും ഡീവിയേറ്റ് ചെയ്യും. ചിലപ്പോ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് ചില കുട്ടികൾ ഒട്ടും ശ്രദ്ധയില്ലാതിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. വലിയ കുട്ടികളാണെങ്കിലും അഡൽട്സ് ആണെങ്കിലും ചോദിക്കില്ലേ, ഇവിടെയാണോ, ഇവിടെയല്ലേ, വേറെ എവിടേക്കെങ്കിലും പോയോ, അങ്ങനെയൊക്കെ ചോദിക്കില്ലേ. അത് ഇതിന്റെ കാര്യമാണ്. ചില ഡേ ഡ്രീമിങ് ആയിരിക്കും, അവരങ്ങ് ഡീവിയേറ്റ് ചെയ്തിട്ട്. അപ്പൊ ആ മൈൻഡും ബോഡിയും ഒരേപോലെ തന്നെ കണക്റ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഡീവിയേഷൻ സംഭവിക്കും. അടുത്തത് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് പോകും. ഇത് ക്ലിയർ ആയല്ലോ. ഞാൻ ആ 3 പാരഗ്രാഫും ഒറ്റ ഒരു എക്സാമ്പിളിൽ എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ, ആ 3 സ്റ്റെപ്സ് ആയിട്ട്. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ഈ നോർമലൈസേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. അതായത് കുട്ടി നോർമലൈസേഷൻ എന്നുള്ള പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഈ പല കാര്യങ്ങളും ആ കുട്ടി ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ കാണാനായിട്ട് പറ്റും. ഫസ്റ്റ് വൺ, ലവ് ഓഫ് ഓർഡർ. ലവ് ഓഫ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടി ഒരു ആക്ടിവിറ്റി ചെയ്യുവാണ്, അപ്പൊ അത് ചെയ്യുന്ന ആ ഒരു എൻവയോൺമെന്റ്, ആ ഒരു ക്ലാസ് റൂം കുട്ടിക്ക് വളരെ പ്രിയപ്പെട്ടതായിരിക്കണം. അതിനോടൊരു ഇഷ്ടം തോന്നണം ആ ഒരു ക്ലാസ് റൂമിനോട്. നമ്മൾ കേട്ടിട്ടില്ലേ, ചില കുട്ടികൾ ചില ക്ലാസ്, ഈവൻ ക്ലാസ് റൂമിനെ പറ്റി തന്നെ പിള്ളേർ പറയും, ആ ക്ലാസ്സിലിരുന്ന ഒരു സുഖമില്ല, ലൈക്ക് ഇങ്ങനെ പറയാറുണ്ടല്ലോ. എൻവയോൺമെന്റ് ഷുഡ് ബി അത്രയും ഒരു പ്ലസന്റ് ആയിരിക്കണം. പ്രോപ്പർ എയർ, അതെല്ലാം നമ്മൾ ആദ്യ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു. നല്ല എയർ കിട്ടണം, നല്ല ലൈറ്റ് ഉണ്ടായിരിക്കണം. അതെല്ലാം തന്നെ ഇതിനെ ബാധിക്കും, ഈ നോർമലൈസേഷൻ. അതായത് ഇപ്പം ഭയങ്കര ഇരുട്ടായിട്ടുള്ള അല്ലെങ്കിൽ ചൂടെടുക്കുന്ന ഒരു കോർണറിൽ കൊണ്ടിരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടി അത് ചെയ്യില്ല. കുട്ടിക്ക് വളരെ കംഫർട്ടബിൾ, ആ എൻവയോൺമെന്റിനോട് സ്നേഹം ഉണ്ടായിരിക്കും. എന്നാൽ മാത്രമാണ് അത് ആക്ടിവിറ്റിയിൽ കൂടുതലായിട്ട് അതിന് ചെയ്യാനായിട്ട് പറ്റും. അക്യൂമെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യൂമെൻ ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഓർഡർ. അക്യൂമെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റലിജൻസ് വിത്ത് കീൻ ഇൻസൈറ്റ്, ഭയങ്കരമായിട്ടുള്ള ഇന്റലിജൻസ് വിത്ത് കീൻ ഇൻസൈറ്റ്, നല്ല ഉൾക്കാഴ്ച കൂടി വരുന്നത്. ചൈൽഡ് ഡിസ്ക്ലോസസ് ആൻഡ് ഇന്റൻസ് ലവ് ഓഫ് ദി എൻവയോൺമെന്റ് ആൻഡ് എ കറസ്പോണ്ടിങ് അംബിഷൻ ടു കൺസേർവ് ദ ഓർഡർ ഇൻ ഇറ്റ്. ദ അക്യൂമെൻ ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഓർഡർ. അപ്പൊ അങ്ങനെ നല്ലൊരു പ്ലസന്റ് ആയിരുന്ന ഒരു എൻവയോൺമെന്റിലാകുമ്പോൾ കുട്ടി കൂടുതൽ അത് വളരെ ശ്രദ്ധിച്ച് ആ ഒരു കാര്യം ചെയ്യാനായിട്ട് നിൽക്കും. അതാണ് ലവ് ഓഫ് ഓർഡർ എന്ന് പറയുന്നത്. നല്ല പ്രോപ്പർ ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരു ഓർഡറിൽ അത് ചെയ്യും. അതേസമയം എൻവയോൺമെന്റ് ഒട്ടും ഫ്രണ്ട്ലി അല്ല, പ്ലസന്റ് അല്ലെങ്കിൽ ആ ഒരു ലവ് ഓഫ് ഓർഡർ നല്ല രീതിയിൽ കുട്ടിയിൽ വരില്ല. ആക്ടിവിറ്റി ചെയ്യാനായിട്ട് അതൊട്ടും താല്പര്യപ്പെടുന്നു. Next, love of work. Any activity which affects a child's whole personality as a form of
self-expression and carries the child a corresponding joy in the performance of it. നമ്മൾ വഴക്ക് പറഞ്ഞ് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി പൊസിഷൻ കൊടുത്ത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിപ്പിക്കുക വിചാരിച്ചു, ആ ഒരു ലവ് ഓഫ് വർക്ക് അവർക്ക് ഉണ്ടായെന്ന് വരില്ല. അതേസമയം അത് തന്നെ വേറൊരു മെത്തേഡിൽ ഒരു കഥ പറഞ്ഞ് പാട്ട് കേൾപ്പിച്ച് അങ്ങനെയൊക്കെ ആകുമ്പോഴേക്കും കുട്ടികൾക്ക് ഒരു ഇൻട്രസ്റ്റ് വരും. സെയിം ഇത് തന്നെ നമ്മുടെ ലക്ഷ്യം അത് പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിന് പല മെത്തേഡ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്യും. കുട്ടിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മെത്തേഡ് ആവുമ്പോൾ അത് കുട്ടി പെട്ടെന്ന് ആക്ടിവിറ്റി ചെയ്യും. അതാണ് ലവ് ഓഫ് വർക്ക്. ഈ ചെറിയ കുട്ടികളുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എപ്പോഴും ഒരു കൺസിസ്റ്റൻസി ഫോളോ ചെയ്യും. വലിയ കുട്ടികളെ പോലെ അങ്ങനെ ഒന്നിൽ നിന്ന് മാറി മറ്റൊന്നിലേക്ക് ചാടിക്കളിക്കില്ല എന്നാണ് മോണ്ടിസോറി പറയുന്നത്. അവര് വളരെ സന്തോഷത്തോടു കൂടി അവർ ആ വർക്ക് ചെയ്യുന്ന പറയുന്നത്. കാരണം അത് നേടിക്കഴിയുമ്പം അവരുടെ ഒരു സന്തോഷം, സാറ്റിസ്ഫാക്ഷൻ, എന്തോ അച്ചീവ്മെന്റ് അതെല്ലാം അവർക്ക് തോന്നും. പക്ഷെ വലിയ കുട്ടികളോ ഇതൊക്കെ എന്ത് നിസ്സാരം എന്നുള്ള രീതിയിൽ അവര് ശ്രദ്ധിക്കാതെ പോകും. പക്ഷെ കൊച്ചു കുട്ടികൾക്ക് നമ്മൾ നിസ്സാരം എന്ന് ഇരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര വലിയ കാര്യമായിരിക്കും. അതുകൊണ്ട് അവർ കൺസിസ്റ്റന്റ് ആയിരിക്കും. അവരുടെ ഓരോ ആക്ടിവിറ്റി ചെയ്യുന്നതിന് അവർ കൺസിസ്റ്റന്റ് ആയിരിക്കും. അത് മുഴുവനാക്കണം, തീർക്കണം, അങ്ങനെ ഒരു ഇത് അവരുടെ ഉള്ളിലുണ്ടാവും. അതാണ് ലവ് ഓഫ് വർക്ക്. ആ വർക്കിനോടുള്ളൊരു ഇഷ്ടം വരുമ്പോഴാണ് അത് കംപ്ലീറ്റ് ചെയ്യുക. അത് തന്നെ. പക്ഷെ നമ്മൾ വലിയ ആൾക്കാർക്കോ നമ്മൾ പകുതി ചെയ്തിട്ടാ ബാക്കി പിന്നെയാകാം, ആ ഒരു ചിന്ത കൊച്ചു കുട്ടികളിൽ വരില്ല എന്നാണ് മോണ്ടിസോറി പറയുന്നത്. ശരി തന്നെയായിരിക്കും. അതാണ് ലവ് ഓഫ് വർക്ക്. ഫസ്റ്റ് ലവ് ഓഫ് ഓർഡർ ആയിരുന്നു. നമ്മളുടെ എൻവയോൺമെന്റ് പ്ലസന്റ് ആയിരിക്കണം, നല്ലപോലെ അതിൽ ഇരുന്ന് ചെയ്യാനായിട്ടുള്ള ഒരു ഇഷ്ടം തോന്നണം. അവരുടെ ആ ഒരു ഇന്റലിജൻസ് അതൊക്കെ കീൻ ആയിരിക്കണം. ഉൾക്കാഴ്ച വരും. ആ ഒരു രീതിയിൽ എൻവയോൺമെന്റ് ഉണ്ടെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി ചെയ്യും. ചെയ്യുന്ന ആക്ടിവിറ്റി അതിനോടൊരു ഇഷ്ടം, അത് അങ്ങനെ അവർ ചെയ്യുമ്പോൾ അത് അവരുടെ എൻറ്റയർ പേഴ്സണാലിറ്റിയെ തന്നെ. ചില കുട്ടികളെ നമ്മൾ പറയാറുണ്ട് ഭയങ്കര സിസ്റ്റമാറ്റിക് ആണെന്ന്. അവർ ചെറുപ്പം തുടങ്ങി അങ്ങനെ വന്നതുകൊണ്ടാണ് അവർ സിസ്റ്റമാറ്റിക് എന്ന് പറയുന്നത്. ഒരു വർക്ക് കൊടുത്താൽ അത് കഴിഞ്ഞിട്ട് അടുത്തത്, ആ ഒരു രീതിയിൽ അവർ പോകും. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ. അത് ചിലപ്പോൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ ആയിരിക്കും. ചെറിയ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചു വിടുന്നത് ആ ടീച്ചേഴ്സിന്റെ ആയിരിക്കും. എന്റെ മോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഭയങ്കര സിസ്റ്റമാറ്റിക് ഒന്നുമല്ല. പക്ഷേ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഹോംവർക്ക് ചെയ്തിട്ടേ ബാക്കി പഠിക്കും. അപ്പം അത് പഠിപ്പിച്ച ടീച്ചറിന്റെ ഒരു ഇതായിരിക്കും കേട്ടോ, ടീച്ചറിന്റെ ഒരു ഇൻസ്ട്രക്ഷൻ ആയിരിക്കാം. നിങ്ങൾ ഹോംവർക്ക് ചെയ്യണമെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞത് ചെറുപ്പത്തിലെ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. അത് കഴിഞ്ഞ് ഈവൻ യൂണിഫോം പോലും മാറ്റി കുളിക്കാനായിട്ട്. അത് നമ്മളുടെ ടീച്ചർമാരുടെ ഓരോ ടോൺ, നമ്മളുടെ ആ ഒരു നമ്മൾ പറയുന്ന രീതി അല്ലെങ്കിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന രീതി കുട്ടികളിൽ സ്ട്രൈക്ക് ചെയ്യുന്നതിന്റെ ആയിരിക്കും. ലവ് ഓഫ് വർക്ക്. നെക്സ്റ്റ് കോൺസെൻട്രേഷൻ അല്ല പ്രൊഫൗണ്ട് സ്പോണ്ടേനിയസ് കോൺസെൻട്രേഷൻ. പ്രൊഫൗണ്ട് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്, മുഴുവനായിട്ടുള്ള, നാച്ചുറൽ ആയിട്ടുള്ള, സ്പോണ്ടേനിയസ് ആയിട്ട് വരണം, നാച്ചുറൽ ആയിട്ട് വരേണ്ട കോൺസെൻട്രേഷൻ. കംപ്ലീറ്റ് നാച്ചുറൽ കോൺസെൻട്രേഷൻ. പലപ്പോഴും ഈ കോൺസെൻട്രേഷനിൽ ഇരിക്കുമ്പോൾ കുട്ടി ചുറ്റും നടക്കണത് അറിയുന്നില്ല. ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്നായിരിക്കാൻ ചെയ്യുന്നത്. ആ ഒരു ലോൺലിനെസ്സിൽ ഇരുന്ന് ചെയ്താൽ പോലും കുട്ടി അതിനെപ്പറ്റി ബോധർ ചെയ്യുന്നില്ല. അതാണ് അപ്പൊ ഡെവലപ്മെന്റ് നല്ല പോലെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ പ്രൊഫൗണ്ട് സ്പോണ്ടേനിയസ് കോൺസെൻട്രേഷൻ. ഇവിടെ നമ്മളുടെ ഡയറക്ടറസ് അതായത് മോണ്ടിസോറി ഫെസിലിറ്റേറ്റഡ് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടിക്ക് വേണ്ടുന്നതെല്ലാം അത് ആക്ടിവിറ്റി ചെയ്യുന്ന ആ ഒരു എൻവയോൺമെന്റിൽ ഓർഗനൈസ് ചെയ്യാൻ ഒരു വേൾഡ് ഓഫ് പ്രോഗ്രസീവ് ഇൻട്രസ്റ്റ് കുട്ടിക്ക് ചുറ്റും ഉണ്ടാക്കണമെന്നാണ് പറയുന്നത്. കുട്ടിക്ക് താല്പര്യം തോന്നുന്ന ആക്ടിവിറ്റിയിലേക്കൊക്കെ തിരിയാവുന്ന രീതിയിൽ ആ ക്ലാസ് റൂം, ആ എൻവയോൺമെന്റ് സെറ്റ് ചെയ്യണം ഈ മോണ്ടിസോറി ഫെസിലിറ്റേറ്റ്. അപ്പോ ഈ ഇങ്ങനെയൊരു രീതിയിൽ കുട്ടി കോൺസെൻട്രേറ്റ് ചെയ്ത് ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരിങ്ങനെ അവരുടെ ജോലിയിൽ ആ വർക്കിൽ അവർ ഭയങ്കരമായിട്ട് അങ്ങ് ഒഴുകിയിരിക്കും, ഭയങ്കര അബ്സോർബ്ഡ് ആയിരിക്കും.
ഓരോ കുട്ടികളുടെയും രീതി ഡിഫറെന്റ് ആയിരിക്കും. അവർ ഭയങ്കര ഫ്രീ. അത് കഴിയുമ്പോൾ ഒരു ആക്ടിവിറ്റി കഴിയുമ്പോൾ അടുത്തത് ചെയ്യാനായിട്ട് അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ടീച്ചറായിട്ട് കൊണ്ട് കൊടുക്കുകയല്ല ഇത് ചെയ്യും. ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുട്ടി ഇപ്പം അടുത്തത് ചെയ്യാൻ താല്പര്യപ്പെടുവാണെങ്കിൽ അവൻ തന്നെ പോയി എടുത്തോണ്ട് വരും അടുത്ത അപ്പാരറ്റസ്, അടുത്ത ടൂൾ എന്താന്നുള്ളത്, അടുത്തത് ചെയ്യാനുള്ള ടൂള് ആ കുട്ടി തന്നെ പോയി എടുത്തോണ്ട് വരും. ആ ഒരു രീതിയിൽ വേണം ഓർഗനൈസ് ചെയ്യാൻ എന്നാണ് പറയുന്നത് അറ്റ്മോസ്ഫിയർ ആ എൻവയോൺമെന്റ്. അപ്പൊ ഈ രീതിയിൽ പോകുമ്പോൾ തനിയെ കുട്ടിയിലൊരു സെൽഫ് ഡിസിപ്ലിനും കൂടെ ഫോം ചെയ്യും. ഓരോ ആക്ടിവിറ്റി കറക്റ്റ് ആയിട്ട് ചെയ്യുന്നു, കോൺസെൻട്രേഷൻ. ഈ സെൽഫ് ഡിസിപ്ലിൻ എന്നുള്ളത് ബൈപ്പാസ് ഒരു ബോണസ് പോലെ കുട്ടിക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത് ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരുന്ന് ചെയ്യുന്നു, വേറെ ആരെയും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, എല്ലാം ഇങ്ങനെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരുന്ന് ചെയ്യുന്നു. കാരണം അവിടെ കൺട്രോൾ ചെയ്യാൻ ആരും വരുന്നില്ല, ഫ്രീഡം ഉണ്ട്. അപ്പൊ പിന്നെ വഴക്കുണ്ടാക്കേണ്ട കാര്യമോ അങ്ങനെയൊന്നും കൊച്ചിന് വരുന്നില്ല. അപ്പൊ അവിടെ ആ ഒരു ഡിസിപ്ലിൻ അവിടെ വരുന്നത്. നെക്സ്റ്റ് അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി. The mind constructs itself through contact with existence, not with the projections of make-believe. The foundation of it all is the external world as taken in first through the senses and environment, and later by reason and imagination. The information so received is worked upon, integrated and raised to the order of intelligence. അതായത് നമ്മൾ പറഞ്ഞല്ലോ, കുട്ടിക്ക് ഒരു എൻവയോൺമെന്റ് നമ്മൾ പ്രോഗ്രസീവ് ആയിട്ടുള്ള എൻവയോൺമെന്റ്, കുട്ടി ഓരോന്നിനും എക്സ്പ്ലോർ ചെയ്ത് വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ആക്ടിവിറ്റി ചെയ്യാനുള്ള രീതികളെല്ലാം ആ സറൗണ്ടിങ്സിൽ ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ അത് പ്രകൃതിയുമായിട്ട് എൻവയോൺമെന്റുമായിട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആവുക, റിയാലിറ്റിയുമായിട്ട് അറ്റാച്ച്ഡ് ആവും. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യവും അതിന്റെ മനസ്സിൽ വരുന്നില്ല, റിയാലിറ്റിയുമായിട്ട് അറ്റാച്ച്ഡ് ആവുകയാണ്. ഓരോന്ന് ചെയ്യും, മൂവ്മെന്റ്സ്, കുട്ടിയുടെ സെൻസസ് യൂസ് ചെയ്യും. ടച്ച് ചെയ്ത് നോക്കാനുള്ളത് ടച്ച് ചെയ്ത് നോക്കും, സ്മെല് ചെയ്ത് നോക്കാനുള്ളതാണെങ്കിൽ സ്മെല് ചെയ്ത് നോക്കും. അങ്ങനെ പല രീതിയിൽ കേൾക്കാൻ പറ്റുന്ന എന്തെങ്കിലാണെങ്കിൽ അപ്പൊ എല്ലാ സെൻസസും യൂസ് ചെയ്യും. അപ്പൊ നേച്ചറുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഈ മോണ്ടിസോറി ക്ലാസ് റൂമിലെ അപ്പാരറ്റസ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. റിയൽ വേൾഡുമായിട്ട്, റിയാലിറ്റിയുമായിട്ട് കുട്ടി കൂടുതൽ അറ്റാച്ച്ഡ് ആവും. ത്രൂ സെൻസസ്, ആളുടെ സെൻസസ്, അതുപോലെ മൂവ്മെന്റ് വെച്ചിട്ട് പിന്നെ ഇമാജിനേഷൻസ് ഉണ്ടാകും. അങ്ങനെ പല രീതിയിലും കൂടുതൽ നേച്ചറുമായിട്ട് എന്താ പറയാ സുപ്രീം എലമെന്റ് എന്നുള്ള രീതിയിൽ, അതായത് ആ ഭൂമിയിലെ ഒരു യൂണിറ്റ് ഈ കുട്ടിയുമാണെന്നുള്ള രീതിയിൽ ആ നേച്ചറുമായിട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആവുന്ന രീതിയിലാണ് ഓരോ ആക്ടിവിറ്റി മോണ്ടിസോറി റിസർച്ച് ചെയ്ത് ഓരോ അപ്പാരറ്റസും ഓരോ എക്യുപ്മെന്റ്സും സെലക്ട് ചെയ്തിരിക്കുന്നത് നേച്ചറുമായിട്ട് റിയാലിറ്റിയുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആവുന്ന രീതിയിലാണ്. അതാണ് പറയുന്നത് അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാലും, കുട്ടി ക്ലാസ് റൂം സെറ്റിങ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാലും കുട്ടി കാണുന്നത് അവൻ പരിചയിച്ച കുറെ സ്ഥലങ്ങളായിരിക്കും. അവനൊട്ടും ഒരു പുതുമയൊന്നും ഒന്നിനും തോന്നില്ല, എല്ലാം അവൻ അറിഞ്ഞ്. അപ്പം കൂടുതൽ അത് നേച്ചറിലേക്ക് ശ്രദ്ധിക്കാനായിട്ട് തോന്നും. ഇതെല്ലാം ഞാൻ ചെയ്തതുമായിട്ട് അവൻ കണക്ട് ചെയ്യാനായിട്ട് തോന്നും. റിയാലിറ്റിയുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും ഓരോ ആക്ടിവിറ്റി ചെയ്യും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നോർമലൈസേഷൻ ഒരു നാച്ചുറൽ പ്രോസസ് ആണ്. നമുക്ക് ഇനിയും പറയാനുണ്ട് അതിനകത്ത്. നോർമലൈസേഷൻ മാത്രമേ ഉള്ളൂ. ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ രീതിയിൽ നോർമലൈസ്ഡ് ആയിട്ട് നടക്കാത്ത കുട്ടികള് ഡീവിയേറ്റ് ചെയ്ത് പോകും. ശരിയായ രീതിയിലുള്ള എൻവയോൺമെന്റ് അല്ല നടക്കുന്നെങ്കിൽ അവരെ ഡീവിയേറ്റ് ചെയ്ത് പോകും. ആ ഡീവിയേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് തന്നെ അവരെ നമ്മൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമായിരിക്കും. അല്ലെങ്കിൽ അഡൾട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ടഫായിട്ടുള്ള ഒരു ടാസ്ക് ആയിരിക്കും. അവിടെയാണ് മോണ്ടിസോറി ഫെസിലിറ്റേറ്റേഴ്സിന്റെ റോള് വരുന്നത്. നിങ്ങൾ ഇത്രയും ഒന്ന് വായിക്കുക. അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി, മറ്റേ
ഡിഫൻസ് മെക്കാനിക്സ് ഞാനൊന്ന് നോക്കാം. ഇനി നമുക്ക് കിടക്കുന്നുണ്ട് ഇതൊക്കെ പറയാനായിട്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. നാളെ വേൾഡ് ന്യൂട്രീഷൻ ഡേ ആയതുകൊണ്ട് ഞാൻ ഈ ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് തരും. ഓക്കെ. മാം അത് നമ്മൾ പോയിന്റ്സ് ആയിട്ടാണോ സെന്റൻസ് ആയിട്ടാണോ എഴുതണ്ടേ? അത് ഇറ്റ്സ് അപ് ടു യു. കാരണം അവിടെ ഇൻസ്ട്രക്ഷൻസ് ഒന്നുമില്ല. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. അത് യാതൊരു പ്രശ്നവുമില്ല. ഒരു സെമിനാർ റിപ്പോർട്ട് പോലെ അങ്ങനെയല്ലേ ഉദ്ദേശിക്കുന്നത്? ഏതാ? ഒരു സെമിനാർ റിപ്പോർട്ട് പോലെയല്ലേ ഉദ്ദേശിക്കുന്നത്? അതെ അതെ. ഇപ്പം ചെന്ന് നമ്മളൊരു ഇന്ററാക്റ്റീവ് സെഷൻ നടത്തുവാണ്. ആ രീതിയിൽ പ്രിപ്പയർ ചെയ്തുണ്ടാക്കാം. പിക്ചേഴ്സ് ചെയ്യാം. ഞാൻ അടുത്ത ക്ലാസ്സിൽ എത്തിക്കാം. അത് ആക്ടിവിറ്റി ബുക്കിലാണ് എഴുതണ്ടേ? ആ ആക്ടിവിറ്റി ബുക്കിലാണ്. റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു, ചെയ്യാൻ പറ്റിയോ? ഫസ്റ്റ് വൺ, സെക്കൻഡ് വണ്ണിന്റെ ഡീറ്റെയിൽസ് നാളെയോ മറ്റന്നാളോ ചെയ്തു. നാളെയോ മറ്റന്നാളായിട്ട് ഞാൻ തരാം. ഫസ്റ്റ് റെക്കോർഡ് അത്രേ ഉള്ളൂ മാം? അതത്രേ ഉള്ളൂ. നാളെ മാമിന്റെ ക്ലാസ് ആണോ? ഇല്ല, നമുക്കിനി ഫ്രൈഡേ അല്ലേ ഉള്ളൂ. ഫ്രൈഡേ. ഓക്കെ. നിങ്ങൾക്ക് തന്നു എന്ന് പറഞ്ഞു ടൈം ടേബിള്? ആ ഉണ്ട് മാം. മാം നാളെ തരുമെന്ന് പറഞ്ഞോണ്ട് ചോദിച്ചതാ. ഞാൻ ഫ്രൈഡേ അല്ലേ മാമിന്റെ ക്ലാസ്? ഫ്രൈഡേ അല്ലേ ഉള്ളൂ ഇനി? അതെ അതെ. ഞാൻ ക്ലാസ് റൂം ചാനലിൽ ഇട്ടേക്കാം ഡീറ്റെയിൽസ്, റെക്കോർഡിന്റെ ഡീറ്റെയിൽസ്. ക്വസ്റ്റ്യൻ ക്ലാസ് റൂമിൽ ഇടുക മാം? ആ ക്വസ്റ്റ്യൻ ക്ലാസ് റൂമിൽ ഇടും. ഓക്കെ. എനിത്തിങ് എൽസ്? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നോർമലൈസേഷനും ഡീവിയേഷനും എന്താണെന്ന് മനസ്സിലായി? താങ്ക് യു മാം. ഗുഡ് നൈറ്റ് മാം. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. താങ്ക് യു മാം. Thank you, ma'am.